ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമീസോൺ വേൾഡ്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 1.8 ടിൽ ഹിയർ നമ്മുടെ ഡിപ്രിസിയേഷൻ്റെ ലാസ്റ്റത്തെ ഈ ക്വസ്റ്റ്യൻ വരെ ഞാൻ ഓൾറെഡി പണ്ടിട്ടിട്ടുണ്ട് ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അത് ഓൾ സിലബസിലും ഈ സിലബസിലും ഒരേ സംഭവം തന്നെയാണ് ഡിപ്രിസിയേഷനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കത് കണ്ടാൽ മതി, കാരണം അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇലസ്ട്രേഷൻ്റെ നമ്പറിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ, അതുപോലെ ഇയേഴ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഫൈൻ, ഞാൻ പണ്ടിട്ടുള്ള വീഡിയോ അപ്പോൾ ഞാനിത് പ്ലേലിസ്റ്റിനുള്ളിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ നമ്മൾ ഈ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്തിട്ട് അതിന് ശേഷം ലെഡ്ജർ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ലെഡ്ജറൊക്കെ ടോട്ടൽ ചെയ്തിട്ട് ആ ബാലൻസ് ആയിരിക്കും നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ ലെഡ്ജർ ബാലൻസുകൾ നമുക്ക് ഈ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഈ ബാലൻസുകൾ എന്ന് പറയുന്നത് ശരിക്കും ട്രൂ ആയിരിക്കില്ല. ഓക്കെ, അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റിലായിരിക്കില്ല, ആക്യുറേറ്റ് ആയിരിക്കില്ല. അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചില കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ എൻട്രീസിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ഈ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ജേർണൽ എൻട്രീസിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് വെറുതെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വെറുതെ പറഞ്ഞു പോകുന്നുണ്ട്. എന്താണ് പ്രീ പേയ്മെൻറ്റ്സ് ആൻഡ് പ്രീ റെസിപ്റ്റ്സ്? എന്താ അവിടെ പറയുന്നത്? ട്രാൻസാക്ഷൻസ് അണ്ടർ പ്രീ പേയ്മെൻറ്റ്സ് കാറ്റഗറി ഇൻവോൾവ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് അൺഏൺഡ് റെവന്യൂസ്. അതായത് മുൻകൂട്ടി അടച്ചിട്ടുള്ള എക്സ്പെൻസുകളും അതുപോലെ നമ്മൾ ഇതുവരെയും കിട്ടാത്ത റെവന്യൂസ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ബൈ എ ക്ലബ് ഇൻ അഡ്വാൻസ്. അങ്ങനെ ഇനി അക്രൂവൽസ്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യും ചില സമയത്ത് ലെസ്സീം അല്ലേ. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ മുൻകൂട്ടി അടച്ച കാരണം നമ്മൾ എന്ത് ചെയ്യില്ല, അത് ആ എക്സ്പെൻസസ് നമ്മൾ കുറയ്ക്കും. ഓക്കെ, എന്നിട്ട് അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് മുൻകൂട്ടി അടച്ചതായതുകൊണ്ട് നമ്മളത് അസറ്റിൽ കൊണ്ടുപോയിട്ട് കാണിക്കും. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഇവർ കുറച്ച് നോൺ ക്യാഷ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എൻട്രീസ് ഇവർ കാണിച്ചിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികളും അഡ്ജസ്റ്റ്മെൻറ്റും. ഓക്കെ, ഇത് എളുപ്പമാണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ജസ്റ്റ് നോക്കി പോവാം. ക്ലോസിങ് സ്റ്റോക്ക്. ഓക്കെ, ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ എല്ലാത്തിനും കണക്ഷൻ പറഞ്ഞുതരാം. ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റാണ്. ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റാണ്, എല്ലാവർക്കും അറിയാമാണ്. ഓക്കെ, അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് അസറ്റാണ്. ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് എന്നുള്ള ടേം അല്ല യൂസ് ചെയ്യുക, സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ടേമാണ് യൂസ് ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു. ഈ ക്ലോസിങ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ആരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും? ഈ പർച്ചേസസിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പർച്ചേസസിൻ്റെ ഉള്ളിൽ നിന്ന് കളയാനായിട്ടാണ്. പർച്ചേസസിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഡെബിറ്റാണ്. അപ്പോൾ പർച്ചേസസിന് കുറച്ച് ആ ഒരു എമൗണ്ട് കുറച്ച് ക്ലോസിങ് സ്റ്റോക്ക്, അതായത് നമ്മൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൽ കുറച്ചുണ്ടാവും, അതുപോലെ തന്നെ പർച്ചേസിന് കുറച്ചുണ്ടാവും. ഈ രണ്ട് സാധനത്തിൽ നിന്ന് നമ്മൾ വിൽക്കുന്നത് അല്ലേ, ഇതിന്നാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളിപ്പോൾ ഫിഫോ മെത്തേഡ് പോലെ മനസ്സിൽ വിചാരിക്കുകയാണ്, ആദ്യം ഉള്ള സംഭവങ്ങൾ നമ്മൾ ആദ്യം വിറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്കിനി ബാക്കി നിൽക്കുന്നുണ്ടാവും ഈ പർച്ചേസിലുണ്ടായ സാധനങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പർച്ചേസ് കുറച്ചിട്ട് ഈ ക്ലോസിങ് സ്റ്റോക്കിലേക്ക് ആ എമൗണ്ട് കയറ്റാണ്. അതിനാണ് ഈ ഒരു ആദ്യത്തെ എൻട്രി, അതാണ് ഈ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഗുഡ്സ് വിഡ്രോൺ ബൈ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. അതായത് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഈ പർച്ചേസസ് നിന്ന് നമ്മൾ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള സാധനത്തിൽ നിന്ന് ആ ഒരു ഗുഡ്സിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുക. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനത് പർച്ചേസസിനുള്ളിലേ കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? പർച്ചേസിൻ്റെ ബാലൻസ് ഡെബിറ്റ് ആണല്ലോ, അപ്പോൾ അത് ഞാൻ ക്രെഡിറ്റ് ചെയ്തു, അപ്പോൾ പർച്ചേസ് കുറഞ്ഞു. എന്നിട്ട് ഡ്രോയിങ്ങിന് എഫക്റ്റ് കൊടുത്തു. ആ ഒരു എമൗണ്ട് ഞാൻ ഡ്രോയിങ്ങിന് കൊണ്ടുപോയിട്ടു, കാരണം വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് ടു പബ്ലിക്. അതും ഈ പർച്ചേസിനുള്ളിൽ ഉണ്ടാവും. അതായത് നമ്മൾ പബ്ലിക്കിന് ഫ്രീ സാമ്പിളായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഇറങ്ങിയപ്പോൾ ആൾക്കാർക്ക് അറിയേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ ആദ്യം ഫ്രീ സാമ്പിളാണ് കൊടുക്കുന്നത്. ഫ്രീ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് വാങ്ങിക്കില്ല, ഫ്രീ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ പർച്ചേസിനുള്ളിൽ പർച്ചേസ് ചെയ്തപ്പോൾ ഇതിനുള്ളിൽ ഈ ഫ്രീ സാമ്പിളായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ശരിക്കും എന്ത് ചെയ്യാൻ പാടില്ല? പർച്ചേസിനുള്ളിൽ ഉൾപ്പെടാൻ പാടില്ല, കാരണം നമ്മളത് വിൽക്കല്ല ചെയ്യുന്നത്, ഫ്രീ സാമ്പിളാണ് അല്ലേ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പർച്ചേസിന് ആ സംഭവം കുറയ്ക്കാനായിട്ട് പർച്ചേസിനെ കുറയ്ക്കുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഇടാണ്.
അതാണ് മൂന്നാമത്തെ. പിന്നെ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് ടു എംപ്ലോയീസിനാണ് ഈ പറയുന്ന ഗുഡ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അവരെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേജസ് ആൻഡ് സാലറീസ് അക്കൗണ്ട്. ആ അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അതായത് നമ്മളിപ്പോൾ ഗുഡ് പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കും, പർച്ചേസസിനുള്ളിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അത് ശരിക്കും നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ടാവില്ല, വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുള്ളൂ. അതായത് അവർ ആ ഗുഡ്സ് കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അവർ ഓൺ ദ വേ ആണ്. അപ്പോൾ അത് നമ്മൾ പർച്ചേസിനുള്ളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എമൗണ്ട് പർച്ചേസിൽ നിന്ന് കുറയ്ക്കുക. അതാണ് ഇവിടെ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. പിന്നെ അബ്നോർമൽ ലോസ് ഓഫ് സ്റ്റോക്ക്, അതായത് സ്റ്റോക്ക് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു നെഗ്ലിജൻസ് കാരണം സ്റ്റോക്കിന് എന്തെങ്കിലും സംഭവിച്ചു, നാശനഷ്ടം സംഭവിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പർച്ചേസിനുള്ളിൽ ആ എമൗണ്ട് എടുക്കുന്നുണ്ടാവും, ആ ഒരു സ്റ്റോക്കിൻ്റെ എമൗണ്ട് എടുക്കുന്നുണ്ടാവും, നാശമായി പോയി സ്റ്റോക്കിൻ്റെ എമൗണ്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ പർച്ചേസിന് അത് കുറയ്ക്കുക, എന്നിട്ട് അത് അബ്നോർമൽ ലോസിലേക്ക് കൊണ്ടുപോയിട്ട് കയറ്റുക. ഓക്കെ, ലോസിൻ്റെ ബാലൻസ് ഡെബിറ്റ് ആണല്ലോ, അപ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് കയറ്റിടണം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്റ്റേഷനറി ആയിട്ടാണ് യൂസ് ചെയ്തതെങ്കിൽ, നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനം നമ്മൾ സ്റ്റേഷനറി ആയിട്ടാണ് യൂസ് ചെയ്തതെങ്കിലോ, അത് സ്റ്റോക്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ പർച്ചേസ് യൂസ് ചെയ്യാം. ലൈക്ക് പർച്ചേസ് ചെയ്ത സാധനമാണല്ലോ സ്റ്റോക്കായി വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ പർച്ചേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്ക് തന്നെ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല, അപ്പോൾ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സാധനം നമ്മൾ സ്റ്റേഷനറി ആയിട്ട് ഉപയോഗിക്കുകയാണ്. സ്റ്റേഷനറി ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്റ്റേഷനറി ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഫൈൻ. അപ്പോൾ നമ്മളത് വിൽക്കല്ല ചെയ്യുന്നത്. അതുകൊണ്ട് പർച്ചേസിന് അല്ലെങ്കിൽ സ്റ്റോക്കിന് എന്ത് ചെയ്യണം, കുറയ്ക്കണം. എന്നിട്ട് സ്റ്റേഷനറി ആയിട്ട് അത് കാണിക്കണം. നമുക്ക് സ്റ്റേഷനറി അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് ഫിക്സഡ് അസറ്റ്സ്, അതായത് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഫിക്സഡ് അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിന് അത് കുറയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റോക്കിന് അത് കുറയ്ക്കുക. എന്നിട്ട് ഫിക്സഡ് അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. കാരണം ഫിക്സഡ് അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടാണല്ലോ നമ്മളത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ. പിന്നെ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ് പെൻഡിങ് അപ്രൂവൽ ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ചെയ്യുന്നത് എന്തെങ്കിലും കടയ്ക്കണമെന്ന് വിചാരിക്കും നമുക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമർ വരികയാണെന്ന്, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം നമ്മുടെ അടുത്ത് നിന്ന്. പക്ഷേ അദ്ദേഹത്തിന് അത് വാങ്ങിക്കണോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അതേ പറയുകയാണെങ്കിൽ എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം, എന്നിട്ട് എനിക്ക് അത് വാങ്ങിക്കണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നിങ്ങളത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ അത് വാങ്ങിച്ചാൽ മതി എന്ന് പറയണം. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ സാധനം നമ്മൾ സെയിലിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം കാശ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സെയിലിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫൈൻ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിൻ്റെ ആ സമയത്തൊക്കെ എത്തിയപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായത് ഇദ്ദേഹം ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാണിച്ചു. നമ്മൾ ഓൾറെഡി സെയിൽസിൽ കൊണ്ടുപോയിട്ട് കാണിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇദ്ദേഹം അത് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹം അതിന് കാശ് തരാം. കാശ് നമുക്ക് സെയിൽസിൽ കാണിക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി സെയിൽസിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഉറപ്പില്ലാത്തൊരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു അക്കൗണ്ടിലേക്ക് ഈ സെയിലിൽ നിന്ന് ഈ എമൗണ്ട് നമ്മൾ ഓൾറെഡി സെയിൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, വിറ്റുപോയി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അത് സെയിൽസ് അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ടാവും. ആ എമൗണ്ട് ആ സെയിൽസിൽ നിന്ന് കുറയ്ക്കാം. സെയിൽസ് കുറയുമ്പോൾ അപ്പോൾ എന്തുണ്ടാവും, സെയിൽസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. സെയിൽസിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആണല്ലോ. സെയിൽസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ഫൈൻ. അപ്പോൾ നമ്മളിവിടെ സെയിൽസിന് എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് അത് ഏത് അക്കൗണ്ടിലാണ്, സെയിൽ ഓർ റിട്ടേൺ സസ്പെൻസ് അക്കൗണ്ട്, ഈ ഒരു അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇടും. അപ്പോൾ നമുക്ക് ഉറപ്പില്ല, അദ്ദേഹം കൺഫർമേഷൻ തന്നിട്ടില്ല, അപ്രൂവലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ, നമുക്ക് ഉറപ്പില്ലാത്ത അവസരങ്ങൾ നമ്മൾ ആ സെയിലിൽ നിന്ന് കുറച്ചിട്ട് നമ്മൾ ഈ സെയിൽ ഓർ റിട്ടേൺ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ കൊണ്ടിട്ട് ഇടും. അതുപോലെ തന്നെ നമ്മുടെ ഈ എമൗണ്ട്, ഈ പ്രൊഡക്റ്റ് നമ്മൾ വിറ്റു എന്ന് നമ്മൾ ഹോപ്പ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ സ്റ്റോക്കിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ അതാണ് സ്റ്റോക്കിൽ നിന്ന് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ഇപ്പോൾ ആദ്യം പറഞ്ഞ ഈ കേസ് പോലെ സെയിൽ ഓർ റിട്ടേൺ സസ്പെൻസ് അക്കൗണ്ട് പോലത്തെ ഒരു അക്കൗണ്ട്, അതാണ് സ്റ്റോക്ക് ഓൺ സെയിൽ ഓർ റിട്ടേൺ അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഇടും. ഓക്കെ, സ്റ്റോക്കിൽ നിന്ന് കുറച്ചിട്ട് സ്റ്റോക്ക് ഓൺ സെയിൽ ഓർ റിട്ടേൺ അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഇടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഫൈൻ. പിന്നെ അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അക്കൗണ്ട് ടു ഈ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞില്ല. ഇത് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. അതായത് നമ്മൾ ഇനി കൊടുക്കാനുണ്ട് എക്സ്പെൻസ്, നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടില്ല, നമ്മൾ കൊടുക്കാനുള്ള എക്സ്പെൻസ് ആണെങ്കിൽ സാധാരണ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടാവില്ലേ, ആ എക്സ്പെൻസസിനോട് കൂടെ നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കണം. പ്ലസ് എവിടെയും കൂടി കാണിക്കണം, ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. എന്നാലേ നമുക്ക് മാച്ച് ആവുള്ളൂ.
ഓക്കെ, എന്നാലും നമ്മുടെ ബാലൻസ് ഷീറ്റ് മാച്ച് ആവുള്ളൂ. ഫൈൻ. ഇനി അടുത്തത് എന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഞാൻ പറഞ്ഞു മുൻകൂട്ടി അടിച്ചിട്ടുള്ള സംഭവം അസറ്റാണ്, നമുക്ക് ഇനി അടയ്ക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് അതൊന്ന്. പിന്നെ നമ്മുടെ സാധാരണ എക്സ്പെൻസിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ത് ചെയ്ത് പ്ലസ്സാണ് ചെയ്തത്. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമ്മൾ മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ഫൈൻ. നമ്മൾ മുൻകൂട്ടി അടിച്ചതായതുകൊണ്ട് ഇനി അടയ്ക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പെൻസിന് എന്ത് ചെയ്യുക? കുറയ്ക്കാം. ഫൈൻ. പിന്നെ അത് എന്തുകൂടിയും ചെയ്യണം. ഞാൻ പറഞ്ഞു നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ഇവിടെ ആഡ് ചെയ്തിട്ട്, ലയബിലിറ്റി അല്ല എക്സ്പെൻസ് ഇവിടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് ഷീറ്റിൽ അത് ലയബിലിറ്റി സൈഡിൽ പോയിട്ട് കാണിച്ചു. അതേപോലെ ഇവിടെ ഇപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇവിടെ കുറയ്ക്കുകയാണ്. നമ്മൾ അസറ്റ് സൈഡിൽ പോയിട്ട് എന്ത് ചെയ്യും? പ്രീപെയ്ഡ് എക്സ്പെൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കും. ഫൈൻ. പ്രീ റിസർവ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡോ സർവീസോ കൊടുത്തിട്ടില്ല, അതിന് മുന്നേ തന്നെ നമുക്ക് ഇൻകം കിട്ടുകയാണ്. ഓക്കെ, നമ്മൾ ഗുഡ്സോ സർവീസോ നമ്മൾ വിറ്റിട്ടില്ല, അതിന് മുൻപ് തന്നെ നമുക്ക് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കിട്ടുക. അതിനാണ് നമ്മൾ ഈ പ്രീ റിസീവ്ഡ് ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഗുഡ്സും സർവീസും കൊടുക്കാത്തത് കൊണ്ട് അതൊരു ലയബിലിറ്റി പോലെ നിൽക്കുക. നമുക്ക് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, അത് ലയബിലിറ്റി പോലെ നിൽക്കുകയാണ്. സോ പ്രീ റിസീവ്ഡ് ഇൻകം എന്ന് പറഞ്ഞാൽ അതാണ് ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ അത് ഇൻകത്തിനുള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് കുറയ്ക്കണം. റൈറ്റ്. സോ ഇൻകം കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇൻകത്തിൻ്റെ ബാലൻസ് എന്താ? ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യും അല്ലേ. സോ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രീ റിസീവ്ഡ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം. അതുപോലെ തന്നെ അത് ലൈബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റും ചെയ്യുന്നു. ഓക്കെ, അതാണ് പ്രീ റിസീവ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സും സർവീസൊക്കെ കൊടുത്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്, നമുക്ക് എമൗണ്ട് ഏൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രീ റിസീവ്ഡ് ഇൻകത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എമൗണ്ട് ഏൺ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ കൈകളിലേക്ക് എത്തി. നമ്മൾ ഗുഡ്സും സർവീസും കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എമൗണ്ട് ശരിക്കും ഏൺ ചെയ്തിട്ടില്ല. ബട്ട് ഈവൻ ബിഫോർ ദാറ്റ് നമ്മൾ എമൗണ്ട് നമ്മുടെ കൈകളിൽ എത്തി. അതാണ് ഈ പ്രീ റിസീവ്ഡ് ഇൻകം. ആൻഡ് അക്രൂഡ് ഇൻകം ആണെങ്കിൽ എമൗണ്ട് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്, ഗുഡ്സും സർവീസും നമ്മൾ വിറ്റിട്ടുണ്ട്, ബട്ട് നമുക്ക് കൈകളിലേക്ക് എമൗണ്ട് എത്തിയിട്ടില്ല. ഓക്കെ, സോ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളതാണ്. ഓക്കെ, എമൗണ്ട് കിട്ടാനുണ്ട്, നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്, സോ എമൗണ്ട് കിട്ടാനുണ്ട്. സോ അതൊരു അസറ്റാണ്. കിട്ടാനുള്ളവർക്ക് അസറ്റാണ്, കൊടുക്കാനുള്ളവർക്ക് എന്താണ്? ലയബിലിറ്റിയാണ്. സോ അക്രൂഡ് ഇൻകം അസറ്റ് ആയതുകൊണ്ട്, അസറ്റ് കൂടുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. കാരണം അസറ്റിൻ്റെ ബാലൻസ് എന്താ? ഡെബിറ്റ് ബാലൻസ് ആണ്. ഇനി ഇൻകത്തിനോട് കൂടെ എന്ത് ചെയ്യണം? ഇത് ഏൺ ചെയ്തിട്ടുള്ളൊരു ഇൻകം ആണല്ലേ, നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം. നമുക്കിത് എന്ത് ചെയ്യാം? ഇത് ഇൻകത്തിനോട് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻകത്തിനോട് ആഡ് ചെയ്യുമ്പോൾ ഇൻകത്തിൻ്റെ ബാലൻസ് കൂടുന്നു. ഇൻകത്തിൻ്റെ ബാലൻസ് എന്താ? ക്രെഡിറ്റ് ബാലൻസ് ആണ്. കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇൻകത്തിനെ നമ്മൾ വിളിച്ച് ക്രെഡിറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അടുത്തത് ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഡിപ്രിസിയേഷൻ അല്ലേ. ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ കാണിക്കാറില്ലേ, എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കാറില്ല. അതുകൊണ്ട് അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത് കൊണ്ട് ഫിക്സഡ് അസറ്റിന് ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് നമ്മൾ എവിടെയാണ് കാണിക്കുക? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ലേ. അതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് പിന്നെ എന്തും കൂടിയാണ്? അതൊരു ലയബിലിറ്റി പോലെയാണ്, പ്രൊവിഷനാണ്. നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ അതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഡെറ്റേഴ്സിന് കുറച്ച് കാണിക്കും വേണം ബാലൻസ് ഷീറ്റിൽ, പ്ലസ് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസിലും കാണിക്കണം. ഫൈൻ. പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, അതായത് നമുക്ക് കാശ് തരാനുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡിസ്കൗണ്ടും കൂടി കണക്കിലെടുത്ത് അതിന് പ്രൊവിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മുടെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് പോലെ തന്നെയാണ്. പക്ഷേ ആ ടേം യൂസ് ചെയ്തതിൽ മാത്രം ഡിഫറൻസ് ഉണ്ട്. മ്യൂച്വൽ സെറ്റ് ഓഫ് ബിറ്റ്വീൻ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, അതായത് ഒരു വ്യക്തി നമ്മുടെ ആദ്യം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഡെറ്ററായിരിക്കും. പിന്നീടുള്ള ഫിനാൻഷ്യൽ ഇയർ ചിലപ്പോൾ ആ ഡെറ്റർ മൈനസ് ചെയ്ത് പോയി നില്ലായി പോയി ചിലപ്പോൾ അദ്ദേഹം നമ്മൾ ക്രെഡിറ്ററായി ഉണ്ടാവും. അതായത് നമ്മൾ ഈ പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ഡെറ്ററായി എന്ന് വിചാരിക്കുക. പിന്നീട് അടുത്ത ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഡെറ്ററാണ്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചില ഗുഡ്സ് വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത്ര എമൗണ്ട് തരാനുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എനിക്ക് ഗുഡ്സ് തന്നു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതും ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ളതും തമ്മിൽ നില്ലായി പോവാണ്. മ്യൂച്വൽ സെറ്റ് ഓഫ്, അതിനാണ് ഈ മ്യൂച്വൽ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്? ഡെപ്റ്റേഴ്സും കുറഞ്ഞു, ക്രെഡിറ്റേഴ്സും കുറഞ്ഞു. ഫൈൻ. കാരണം ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ആണ്, അത് കുറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, കുറയുന്നു പറയുമ്പോൾ ഡെബിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നു. ഫൈൻ. ഓക്കെ, നമ്മളിനി ഈ ഒരു സെക്ഷനാണ് നോക്കാൻ പോണേ, 1.83 എന്ന് പറഞ്ഞിട്ട് ഈ സെക്ഷൻ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ ടേംസുകൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താ വരുന്നത്?
ഗുഡ് ഡെപ്റ്റ്സ്. എന്താണ് ഗുഡ് ഡെപ്റ്റ്സ്? The debts which are not bad, that is, there is neither any possibility of bad debts nor any doubts about its realization. It's called good debts. As such, no provision is necessary for it. എന്താണ് ഗുഡ് ഡെപ്റ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കടയിൽ നിന്ന് ഒരു കസ്റ്റമർ, നമുക്ക് പരിചയമുള്ളൊരു കസ്റ്റമറാണ്. ആൾ കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടും ആൾക്കൊരു യൂഷ്വൽ വേ ഉണ്ട്, ലൈക്ക് പറയാം, ആൾ ആഴ്ചയുടെ അവസാനമാകുമ്പോൾ വന്നിട്ട് എമൗണ്ട് അടയ്ക്കാറുണ്ട്. അങ്ങനെ കടം പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ ആൾ ആ ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ലെറ്റ്സ് സേ ആ ഒരു മാസം അവസാനമാകുമ്പോൾ ആൾ നമുക്ക് എമൗണ്ട് തരും. അങ്ങനെ ഒരു വ്യക്തിയാണ്, നമുക്ക് ആ വ്യക്തിയെ നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ആൾ കടത്തിന് വാങ്ങിച്ചു കൊണ്ടുപോയാലും നമുക്ക് എന്തായാലും തിരികെ നൽകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. സോ അങ്ങനത്തെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഗുഡ് ഡെപ്റ്റുകളാണ്. കാരണം നമുക്കറിയാം, നമുക്കൊരു ഡൗട്ടും ഇല്ല അദ്ദേഹം വന്നിട്ട് എമൗണ്ട് തരും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗുഡ് ഡെപ്റ്റ് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് പ്രൊവിഷൻ വേണ്ട. പ്രൊവിഷൻ എന്ന് പൊതുവേ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാറ്റി വയ്ക്കുക. ഈ എമൗണ്ട് എന്തിനാ മാറ്റി വയ്ക്കുന്നത്? ഭാവിയിൽ ലോസുകൾ വരാനുള്ള ചാൻസ് നമ്മൾ മുന്നിൽ കാണുന്നു. അപ്പോൾ ആ ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചിലപ്പോൾ ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നിൽ കണ്ടിട്ട് എന്താണ് ഇപ്പോൾ തന്നെ ഒരു എമൗണ്ട് അതിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ആ മാറ്റി വയ്ക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗുഡ് ഡെപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതാണ് ഗുഡ് ഡെപ്റ്റ്സ്. പിന്നെ അടുത്ത് വരുന്നതാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ വായിച്ച് നോക്കാം. ദ ഡെപ്റ്റ്സ് വിച്ച് വിൽ ബി റിസീവബിൾ ഓർ കൻ നോട്ട് ബി അസർട്ടേണബിൾ അറ്റ് ദ ഡേറ്റ് ഓഫ് പ്രിപ്പയറിംഗ് ദ ഫൈനൽ അക്കൗണ്ട്സ്. ഓക്കെ, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കറിയില്ല എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഡെപ്റ്റ്സുകളുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടാനായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയാം, നമുക്ക് പക്ഷെ അത് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ഡെപ്റ്റുകളെയാണ് നമ്മൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയില്ല, നമുക്ക് ഉറപ്പില്ല അദ്ദേഹം നമുക്ക് എമൗണ്ട് തരാനും ചാൻസ് ഉണ്ട്, തരാതിരിക്കാനും ചാൻസ് ഉണ്ട്, രണ്ടിനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കടയിൽ നിന്ന് കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി ഒരു കസ്റ്റമർ. അപ്പോൾ ഇയാൾ ചിലപ്പോൾ തരാം, ചിലപ്പോൾ തരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കണേ. നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല, നമുക്ക് ഉറപ്പില്ല ഇദ്ദേഹം തരുമല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഡെപ്റ്റ്സുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രാക്ടിക്കലി ഇറ്റ് കെ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ ലോസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡേറ്റ്. ആ ഒരു ഡേറ്റിൽ നമുക്ക് ലോസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ആസ് സച്ച് ഇറ്റ് കെ നോട്ട് ബി റിട്ടേൺ ഓഫ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ചാർജ്ഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺ ദ ബേസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദി ഫേമിനെ. മുന്നേ ഈ ഒരു വ്യക്തി നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് ഇദ്ദേഹം ചെയ്തത്? അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തന്നോ ഇല്ലയോ? അങ്ങനത്തെ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ചാർജ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഇനി അടുത്തത് എന്താണ്? ബാഡ് ഡെപ്റ്റ്സ്. ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഡ് ഡെപ്റ്റ്സ് പറഞ്ഞാൽ ലോസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകളക്റ്റബിൾ ഓർ ഇർറിക്കവറബിൾ ഡെറ്റ് ഓർ ഡെപ്റ്റ്സ് വിച്ച് ആർ ഇമ്പോസിബിൾ ടു കളക്ട്. ഇമ്പോസിബിൾ ആണ്, നമുക്ക് ഉറപ്പായി ഇദ്ദേഹം തരില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായി. അപ്പം അങ്ങനത്തെ ഡെറ്റുകളെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോൺ ദാറ്റ് എമൗണ്ട് റിക്കവറബിൾ ഫ്രം എ കസ്റ്റമർ കൻ നോട്ട് ബി റിയലൈസ്ഡ് അറ്റ് ഓൾ, ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ബിസിനസ് ലോസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വ്യക്തി കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി ആൾ എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി, കുറച്ച് ആൾ കഴിഞ്ഞിട്ട് എമൗണ്ട് തരണം കാണാനില്ല. അപ്പോൾ അയാളെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് മറ്റാൾക്കാർ പറഞ്ഞത് ആൾ സ്ഥലം മാറിപ്പോയി, വീട് മാറിപ്പോയി, ഇനി നമ്മളിനി കാണാൻ സാധ്യതകളില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി എന്താണ്, ഇനി അദ്ദേഹം ഇനി എമൗണ്ട് തരാനായിട്ട് പോകണില്ല. അപ്പോൾ അതെന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും? ബാഡ് ഡെപ്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ബിസിനസ് ലോസ്. അത് ബിസിനസ് ലോസ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന് അഗെയിൻസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ കാണിക്കാറുണ്ട്. ഇൻ ഷോർട്ട്, ദി എമൗണ്ട് ഓഫ് ബാഡ് ഡെപ്റ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഫോർ ദ കറണ്ട് ഇയർ ടു കൺഫേം ദി പ്രിൻസിപ്പൾസ് ഓഫ് മാച്ചിങ്. Bad debts account is by nature a nominal account. For recording the bad debt in the journal, bad debts account is debited and debtors account is credited. At the end of an accounting period, the total amount of bad debts may be either transferred to profit and loss account or provision for doubtful debts account as the case may be. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോമിനൽ അക്കൗണ്ടാണ് ബാഡ് ഡെപ്റ്റ്. അപ്പോൾ നമ്മൾ ജേർണലിൽ ബാഡ് ഡെപ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിനൊരു ജേർണൽ എൻട്രി നമ്മൾ ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടായി. അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാഡ് ഡെപ്റ്റ്സ് ലോസ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ, ലോസിൻ്റെ ബാലൻസ് എന്താണ്? ഡെബിറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മൾ ബാഡ് ഡെപ്റ്റ്സിന് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ബാഡ് ഡെപ്റ്റ്സ് കൂടാണല്ലോ, സോ ബാഡ് ഡെപ്റ്റ്സിന് ഡെബിറ്റ് ചെയ്യും. ടു എന്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക? സൺട്രി ഡെറ്റേഴ്സ്. കാരണം സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് കാശ് തരാനുള്ളവരാണ്. കാശ് തരാനുള്ളവരിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര ഒരാൾ, ഈ കാശ് തരാനുള്ളത് 20 പേരുണ്ടെന്ന് വിചാരിക്കും, 20 പേരിൽ ഒരാൾ നമുക്ക് കാശ് തരാൻ പോകണില്ല, ബാഡ് ഡെപ്റ്റായി.
അപ്പോൾ എന്ത് ചെയ്യണം, ഈ 20 നീ 1 കുറയ്ക്കണം അല്ലേ, കാരണം നമുക്ക് മനസ്സിലായി ഈ ഒരു വ്യക്തി നമുക്ക് എമൗണ്ട് തരില്ല. അപ്പോൾ ബാക്കി 19 പേര് മാത്രമേ നമുക്ക് ഇനി എമൗണ്ട് തരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സിനുള്ളിൽ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ സൺഡ്രി ഡെപ്റ്ററിൽ നിന്ന് ഈ ബാഡ് ഡെപ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൺഡ്രി ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ആണ്. സോ നമ്മളത് ഡെബിറ്റ് ബാലൻസ് കൊടുത്തു. സൺഡ്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞത് അസറ്റ് ആണല്ലേ, അസറ്റിൻ്റെ അക്കൗണ്ട് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ബാഡ് ഡെപ്റ്റ്സ് മേ ബി ഈതർ ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം ആകുമ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു അക്കൗണ്ടിൻ്റെ കേസ് പറയുന്നുണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോണേ എന്താണ് ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നുള്ളത്, അതായത് നമുക്ക് ഉറപ്പില്ല അദ്ദേഹം തരാനും ചാൻസ് ഉണ്ട്, തരാതിരിക്കാനും ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. സോ ജസ്റ്റ് വായിച്ച് നോക്കാം. ദി എമൗണ്ട് ചാർജഡ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ബൈ എൻറ്റിറ്റി ടു പ്രൊവൈഡ് ഫോർ ദ പോസിബിൾ കളക്ഷൻ ലോസ് ഫ്രം കസ്റ്റമേഴ്സ് ഈസ് നോൺ ആസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞില്ല ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന്, അതായത് നമുക്ക് ഉറപ്പില്ല അദ്ദേഹം തരുമില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഭാവിയിൽ നമുക്ക് പെട്ടെന്ന് ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, അത് ഈ നമ്മൾ പറഞ്ഞു ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അല്ലെങ്കിൽ ഈ പറയേണ്ട ബാഡ് ഡെപ്റ്റ്സ് നമ്മൾ ചാർജ് ചെയ്യുക, പ്രോഫിറ്റിലേക്ക് ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് മുന്നിൽ കണ്ട് നമ്മളൊരു എമൗണ്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട് ഇസ് എ ക്രെഡിറ്റ് ബാലൻസ് അക്കൗണ്ട് ആൻഡ് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ബൈ ഡിഡക്ഷൻ ഫ്രം ദി ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് അക്കൗണ്ട് റിസീവബിൾ. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഒരു എമൗണ്ട്, നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അതായത് വെച്ചാൽ ശരിക്കും ആ ഒരു നഷ്ടം സംഭവിച്ചാൽ നമുക്കത് ബെയർ ചെയ്യാൻ പറ്റണം ആ സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തന്നെ ആ ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് നമ്മൾ എൻട്രിയിൽ എഴുതുമ്പോൾ ഈ സാധനം നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ആക്ച്വലി നമുക്ക് ലയബിലിറ്റി എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി അനുയോജ്യം എന്ന് പറയുന്നത് കോൺട്രാ അസറ്റ് അക്കൗണ്ടായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. കാരണം എന്താണ്, നമ്മൾ സൺഡ്രി ഡെപ്റ്ററിൽ നിന്ന് ഈ സാധനം കുറച്ചിട്ടാണ് കാണിക്കുക. ഓക്കെ, സൺഡ്രി ഡെപ്റ്ററിൽ നിന്ന് കുറച്ചിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കോൺട്രാ അസറ്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി അനുയോജ്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ സൺഡ്രി ഡെപ്റ്റിൽ നിന്ന് ഈ പ്രൊവിഷൻ കുറയ്ക്കും. ഫൈൻ, പ്രൊവിഷൻ കുറയ്ക്കുകയാണ് ചെയ്യുക. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം കൂടി ഉണ്ട്. ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബാഡ് ഡെപ്റ്റ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് ചാർജ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ചാർജ് ചെയ്യും. ഇനി ഈ പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണെങ്കിൽ, നമ്മൾ എവിടേക്കാണ് ചാർജ് ചെയ്യുക, നമ്മൾ ഓൾറെഡി ഒരു സെറ്റ് എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നഷ്ടം സംഭവിച്ചാൽ നമുക്ക് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ, ഇല്ല. നമ്മളപ്പോൾ അത് എവിടേക്ക് സെറ്റ് ചെയ്യും, ഈ പ്രൊവിഷനിൽ നിന്ന് നമ്മൾ ആ ലോസിൻ്റെ എമൗണ്ട് ബെയർ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊവിഷൻ ഇല്ലെങ്കിൽ, പ്രൊവിഷനൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് എവിടെ നിന്ന് എടുക്കും, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ എടുക്കുക. ആ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മളത് എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ഓക്കെ, അക്കൗണ്ട് ഇസ് എ ക്രെഡിറ്റ് ബാലൻസ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് റിഫ്ലക്ട്, ഒരു ക്രെഡിറ്റ് ബാലൻസ് അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മളിത് എന്തായിട്ട് കാണിക്കുക, നമ്മൾ ഡിഡക്ഷൻ ആയിട്ടാണ്, ഡെറ്ററിൽ നിന്ന് കുറച്ചിട്ടാണ് നമ്മളിത് കാണിക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് ജേർണൽ എൻട്രീസ് പറയാം. അപ്പോൾ ജേർണൽ എൻട്രീസ് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ബാഡ് ഡെപ്റ്റ്സിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞോളാം, ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ലോസാണ്, ലോസിൻ്റെ ബാലൻസ് ഡെബിറ്റ് ആണ്. സോ ഡെബിറ്റ് കൂടുമ്പോൾ ലോസ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് ഡെബിറ്റ്. 2 സൺഡ്രി ഡെപ്റ്റേഴ്സ്, കാരണം നമുക്ക് തരാനുള്ള ആൾക്കാരുടെ ഉള്ളിലെ ആൾക്കാർ കുറഞ്ഞു അല്ലേ, തരാനുള്ള എമൗണ്ടും കുറഞ്ഞു, ആൾക്കാർ കുറയുമ്പോൾ എമൗണ്ടും പോവുമല്ലോ. അപ്പോൾ നമ്മുടെ സൺഡ്രി ഡെപ്റ്റേഴ്സ് കുറഞ്ഞ അസറ്റ് കുറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഫോർ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് എമൗണ്ട് എടുത്ത് മാറ്റി വെക്കുന്നു. നമ്മൾ ഈ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യും. നമ്മളിനി ഇപ്പോൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ, അപ്പോൾ നമ്മൾ ഈ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത് ഈ പ്രൊവിഷനിൽ നിന്നാണ് എടുക്കുക. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ പ്രൊവിഷനിൽ നിന്ന് നമ്മൾ എമൗണ്ട് മാറ്റി വയ്ക്കുന്നു പറഞ്ഞില്ല, എമൗണ്ട് മാറ്റി വയ്ക്കുന്നത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിനാണ്. ഓക്കെ, എങ്ങനെ പോയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് പെടും. ഫൈൻ, സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിൻ്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു കോൺട്രാ അസറ്റാണ്, ഇതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതായത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ലെറ്റ്സ് സേ
ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ, ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ് കേട്ടോ. അതായത് ഡെബിറ്റ് സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലെറ്റ്സ് പർച്ചേസ് നിങ്ങൾ ശരിക്കും കാണിക്കാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ടാണ്. പർച്ചേസ് ഇവിടെ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുക, പർച്ചേസ് റിട്ടേൺ യൂഷ്വലി എന്താ ചെയ്യുക, ഈ പർച്ചേസ് നിന്നും കുറച്ച് കാണിക്കും, പർച്ചേസ് റിട്ടേൺ ചെയ്യുക. ഈ പർച്ചേസ് റിട്ടേൺ ഇവിടെ കുറയ്ക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെറുതെ എടുത്ത് എഴുതാം, പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് വെറുതെ എടുത്ത് എഴുതാം. കാരണം ഇവിടെ കുറച്ചിട്ട് കാണിക്കുന്നത് ആ എഫക്റ്റും ഇവിടെ കുറയ്ക്കാതെ ഇത് എഴുതാതെ ഇങ്ങനെ എഴുതിയാലും നമുക്ക് എഫക്റ്റ് സെയിമാണ്. എമൗണ്ട് കറക്റ്റ്, അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് ആണല്ലോ, ഡെബിറ്റ് ക്രെഡിറ്റും സെറ്റ് ഓഫ് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ എങ്ങനെ പോയാലും സെറ്റ് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശം എന്താണ്, ഇവിടെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സൈഡിലെ സംഭവങ്ങളൊക്കെ ലൈബിലിറ്റിയുടെ ആണ് എഴുതുക. നമ്മൾ അസറ്റ് കാര്യങ്ങളൊക്കെ എന്താണ്, ഡെബിറ്റിൻ്റെ ഒരു എഫക്റ്റാണ് അസറ്റിന് വരുന്നത്, ലയബിലിറ്റിക്ക് വരുന്ന ക്രെഡിറ്റിൻ്റെ എഫക്റ്റാണ്. സോ നമ്മളിവിടെ ഡെബിറ്റിൻ്റെ കാര്യങ്ങൾ എഴുതേണ്ടത് അസറ്റിൻ്റെ അവിടെയും ക്രെഡിറ്റിൻ്റെ കാര്യങ്ങൾ എഴുതേണ്ടത് ലയബിലിറ്റിയുടെ അവിടെയാണ് യൂഷ്വലി വരിക ആണല്ലോ. അപ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് എന്ത് ബാലൻസാണ്, ക്രെഡിറ്റ് ബാലൻസാണ്. പക്ഷേ ഞാൻ പറഞ്ഞതിന് നമ്മൾ കോൺട്രാ അസറ്റ് അക്കൗണ്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ സൺട്രി ഡെറ്ററിൽ നിന്ന് ഈ സാധനം കുറച്ചിട്ടാണ് കാണിക്കുന്നത്. വേണമെങ്കിൽ ഇവിടെ കാണിക്കാം, ഇവിടെ കാണിച്ചാലും നമുക്ക് ആദ്യം എഫക്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചിട്ടാവും കാണിക്കാം. അപ്പോൾ ശരിക്കും ഇതെന്താണ്, ശരിക്കും ഇതൊരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസിൻ്റെ സാധനമാണ്. അപ്പോൾ പ്രൊവിഷൻ കൂടുകയാണ്, പ്രൊവിഷൻ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതായത് ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യുക, ലയബിലിറ്റിയുടെ ബാലൻസ് എന്താ, ക്രെഡിറ്റ് ആണ്. ഇത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളൊരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ ആ പ്രൊവിഷൻ കൂടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് കൂടുകയാണ്, റൈറ്റ്. സോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, കൂടിയല്ലോ. ഇനി ആ എമൗണ്ട് നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ്. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മളിത് കാണിക്കുകയും ചെയ്യും. ആ ഒരു എമൗണ്ട് നമ്മുടെ ഇതിൽ നിന്ന് എമൗണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ബാഡ് അപ്സ് ശരിക്കും സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബാഡ് അപ്സ് ഉണ്ടാകുമ്പോൾ ഫോർ ട്രാൻസ്ഫറിങ് ബാഡ് അപ്സ്, അതായത് എന്താണ്, ശരിക്കും നമുക്ക് ബാഡ് അപ്സ് സംഭവിച്ചു. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാഡ് അപ്സിന് നമ്മളിവിടെ ഫസ്റ്റത്തെ എൻട്രിയിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അല്ല, സൺഡേ ഡെപ്റ്റേഴ്സ് നിന്ന് കുറച്ചു, ഓക്കെ, ബാഡ് അപ്സ് ഉണ്ടായി. ഓക്കെ, ഈ ബാഡ് അപ്സ് നമ്മൾ എവിടെയും കൂടി കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കണം. കാരണം അതൊരു ലോസ് ആണല്ലോ. സോ ഈ ബാഡ് അപ്സ് നമ്മൾ ഇവിടെ കാണിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ഇനി ഈ എമൗണ്ട്, ഈ ബാഡ് അപ്സിൻ്റെ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ബാഡ് അപ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക അല്ലേ. സോ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ബാഡ് അപ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ എൻട്രി വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാഡ് അപ്സ് അക്കൗണ്ട്. ബാഡ് അപ്സ് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പറഞ്ഞ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പോൾ ഈ എൻട്രികൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കണം. ഇനി ഇത് ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം വലിയ വ്യത്യാസമൊന്നുമില്ല. ബാഡ് അപ്സ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, ബാഡ് അപ്സ് നമ്മൾ ആദ്യം ബാഡ് അപ്സ് ലോസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് കൊടുക്കുന്നു. പിന്നെ സൺഡേ ഡെപ്റ്റേഴ്സിന് എമൗണ്ട് കുറയുന്നു, അതുകൊണ്ട് അതിന് ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ്, നമ്മൾ ആ എമൗണ്ട്, ഈ ബാഡ് അപ്സിന് എമൗണ്ട് എവിടേക്ക് കൊണ്ടുപോകണം, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ബാഡ് അപ്സിന് നമ്മൾ കുറച്ച് ക്രെഡിറ്റ് ചെയ്തു, എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി പ്രൊവിഷൻ്റെ കേസ്, ഫോർ പ്രൊവിഷൻ ഓഫ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഇനി ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് if closing provision is more than the opening provision. അപ്പോൾ ക്ലോസിംഗ് പ്രൊവിഷൻ ഓപ്പണിംഗ് പ്രൊവിഷനേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രൊവിഷനേക്കാളും കൂടുതലാണ് ലാസ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു ക്ലോസിങ്ങിൻ്റെ സമയത്തെ പ്രൊവിഷൻ. അതായത് പ്രൊവിഷൻ കൂടി എന്നല്ല അർത്ഥം. തുടക്കത്തിൽ ഉണ്ടായിരുന്നേക്കാളും കൂടുതലാണ് ക്ലോസിങ്ങിലത്തെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ എന്താണ്, കൂടുകയാണ്. പ്രൊവിഷൻ്റെ ബാലൻസ് എന്താ, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാണ്, പ്രൊവിഷനെ ക്രെഡിറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് നമ്മൾ എവിടെ നിൽക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസിനേക്കാളും കുറവാണ്. അതായത് എന്താണ്, പ്രൊവിഷൻ കുറഞ്ഞ് എന്ത് ചെയ്യണം, പ്രൊവിഷൻ കൂടിയ ക്രെഡിറ്റ് ബാലൻസ് ആണ്, പ്രൊവിഷൻ കുറഞ്ഞ എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. സോ പ്രൊവിഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കാണിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു എമൗണ്ട് നമ്മൾ എക്സ്ട്രാ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓവറായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞിട്ട് നമ്മളത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, ഇത്രയുള്ള നമുക്ക് ഇന്നൊരു ചോദ്യം ചെയ്ത് നോക്കി. ഓക്കെ, ഇല്ലസ്ട്രേഷൻ നമ്പർ 17 ആണ്. നമ്മൾ ഈ സ്റ്റഡി മാറ്റ് വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്.
Mrs. versus Aduna and Co. had a provision for bad debts of rupees 13,000 against their book debts on 1st April 2015. എന്താണ് മെഴ്സസ് അദുന ആൻഡ് കോയ്ക്ക് ആ ഒരു കമ്പനിക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടായിരുന്നു 30,000 റുപ്പീസാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടായിരുന്നത് against the book debts on 1st April 2015. During the year ended 31st March 2022, 8,500 proved irrecoverable, and it was decided to maintain the provision for bad debts at 5% on debtors, which stood at 3,90,000 before writing of bad debts. Prepare the provision for bad debts account for the year ended March 31st 2022. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻ്റെ ബാലൻസ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം കുറച്ച് കാൽക്കുലേഷൻസ് നമുക്ക് കാണിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി തുടക്കത്തിൽ എന്തുണ്ട്? 1st April 2015 എന്ന് പറഞ്ഞിട്ട് ആ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ 13,000 രൂപ പ്രൊവിഷനിൽ കിടക്കുന്നുണ്ട്. 13,000 രൂപ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഫൈൻ. ഇനി ആ ഒരു വർഷത്തിൻ്റെ അവസാനം ഡ്യൂറിങ് ദി ഇയർ എൻഡഡ് 31st March 2022, കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വർഷം ഡിഫറൻസ് വരുന്നുണ്ടല്ലോ. ഇവിടെ 2050 ഇവിടെ 2022. 8,500 പ്രൂവ്ഡ് ഇറക്കവറബിൾ. അപ്പോൾ 31 മാർച്ച് 2022 8,500 രൂപ നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഓക്കെ, പ്രൂവ്ഡ് ഇറക്കവറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരികെ കിട്ടില്ല. അത് പറഞ്ഞാൽ അതെന്താണ്? ഈ 8,500 എന്താണ്? ബാഡ് ഡെബ്റ്റ് ആണെന്ന് ഉറപ്പാണ്. ആൻഡ് ഇറ്റ് വാസ് ഡിസൈഡ് ടു മെയിൻറ്റെയിൻ ദ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് അറ്റ് ഓക്കെ ഇവിടെ ഉണ്ടല്ലോ, ഈ ഡേറ്റ് മാറ്റിയിട്ടുണ്ടല്ലോ. ബിഫോർ ദാറ്റ് ഈ ഡേറ്റ് മാറ്റിയിട്ട് യു ഹാവ് ടു മേക്ക് ഇറ്റ് 1st for 2021 ആക്കുക കേട്ടോ. അവിടെ തെറ്റ് പറ്റിയതാണ്. 1st April 2021 ആക്കുക. നമ്മൾ വന്ന് പറഞ്ഞു വന്നേ. അപ്പോൾ 8,500 രൂപ ബാഡ് ഡെബ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇറ്റ് വാസ് ഡിസൈഡ് ടു മെയിൻറ്റെയിൻ ദ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് അറ്റ് 5% ഓൺ ഡെപ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ മേൽ 5% എന്ത് ചെയ്യുക? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡെപ്റ്റേഴ്സ് 3,90,000 തന്നിട്ടുണ്ട്. 90,000 മലയാളം എന്തായിരുന്നു? 3,90,000 തന്നിട്ടുണ്ട്. അതിൻ്റെ മേൽ 5% ആണ്. ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ആണ് 3,90,000. പക്ഷേ ഒരു പോയിൻറ്റും കൂടി ഉണ്ട്. ഈ 3,90,000 ഉള്ളിൽ നിന്ന് നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടില്ല. റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നതിന് മുന്നത്തെ ബാലൻസ് ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ബാഡ് ഡെബ്റ്റ്സ് റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. എന്നിട്ട് വരുന്ന ബാലൻസ് ഉണ്ടല്ലോ, ആ ബാലൻസിൻ്റെ മേൽ വേണം ഈ 5% അപ്ലൈ ചെയ്യാൻ. ആ 5% അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു എമൗണ്ട് കിട്ടും. ഈ എമൗണ്ട് ആണ് പ്രൊവിഷനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം അതാണ് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് വാസ് ഡിസൈഡ് ടു മെയിൻറ്റെയിൻ ദ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് അറ്റ് 5% ഓൺ ഡെറ്റേഴ്സ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആ ബാഡ് ഡെബ്റ്റ്സ് നിന്ന് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ഈവൻ ബിഫോർ ദാറ്റ് നമ്മളോട് എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ എന്താ കാണിക്കേണ്ടത്? നമ്മളോട് പറഞ്ഞായിരുന്നു 1st April 2021 13,000 രൂപ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സിൽ കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സിൻ്റെ ബാലൻസ് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതണം? ക്രെഡിറ്റിൽ എഴുതണം. ബൈ ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് 1st April 2021 നമ്മൾ എന്ത് ചെയ്യണം? ഈ 13,000 രൂപ കാണിക്കുക. ഓക്കെ, 30,000 റുപ്പീസ് ഇവിടെ കാണിച്ചു. അത് ഓക്കെ ആണല്ലോ? കാരണം ആ ഒരു വർഷത്തിന് ആരംഭത്തിൽ ഉണ്ടായിരുന്ന എമൗണ്ട് ആണ്. അപ്പോൾ ആ അക്കൗണ്ടിലെ ബാലൻസ് ബ്രോഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത കാര്യം എന്താ പറയുന്നത്? 31st March 2022 8,500 രൂപ ബാഡ് ഡെബ്റ്റ് വന്നു. അതെന്ന് പറയുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വരുന്നത് തന്നെയാണ്. ആ ഒരു വർഷത്തിൻ്റെ അവസാനം വരുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഭാവിയിൽ നഷ്ടം വരാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന എമൗണ്ടാണ്. ശരിക്കും നഷ്ടം വന്നു. 8,500 രൂപയുടെ ശരിക്കും നഷ്ടം വന്നു. അപ്പോൾ ആ നഷ്ടം നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? എവിടെ നിന്നാണ് പെയർ ചെയ്യുക? ഈ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് നിന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് നിന്ന് ബാഡ് ഡെബ്റ്റ്സിൻ്റെ ആ ഒരു ലോസ് നമ്മൾ നികത്തുമ്പോൾ അപ്പോൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് കുറയില്ലേ? അപ്പോൾ ആ പ്രൊവിഷൻ്റെ എമൗണ്ട് അല്ലേ കുറയുന്നത്. അപ്പോൾ പ്രൊവിഷൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഈ ബാഡ് ഡെബ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ടു ബാഡ് ഡെബ്റ്റ്സ് അക്കൗണ്ട് 8,500. ഈ ലോജിക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇന്ന് ജസ്റ്റ് 10 സെക്കൻഡ്സോ അല്ലെങ്കിൽ 20 സെക്കൻഡ്സോ പിന്നാക്കം പോയിട്ട് നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ പറ്റും. ഭയങ്കര ഓവറായി സ്പീഡ് കുറയ്ക്കരുത് കേട്ടോ, തമാശയും. അപ്പോൾ ലൈക്ക് കുറച്ചുകൂടി കുറച്ചിട്ടിട്ട് പൊടിക്ക് കുറച്ചിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അല്ലെങ്കിൽ വീണ്ടും ഈ നോർമൽ സ്പീഡിൽ കണ്ടാൽ മതി, അതാണ് നല്ലത്. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കേൾക്കുക ഞാനീ പറഞ്ഞ ലോജിക്ക്. ഇനി വീണ്ടും പറയാൻ മടിയായിട്ടാണ്.
എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അത് വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ്റെ എമൗണ്ട് കുറഞ്ഞതുകൊണ്ട് ബാഡപ്സ് കാരണം ബാഡപ്സിൻ്റെ ആ ഒരു ലോസിനകത്തുനിന്ന് ഈ പ്രൊവിഷൻ നിന്നാണ്. അപ്പോൾ പ്രൊവിഷൻ എമൗണ്ട് കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റിലാണ് കാണിക്കുക അല്ലേ. അപ്പോൾ ടു ബാഡപ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 8500 കാണിച്ചു 31/3/2022. അപ്പോൾ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ ഓക്കെ ഉണ്ട്. അടുത്തത് എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ഡെറ്ററിൻ്റെ മേൽ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഈ ബാഡപ്റ്റ് ഉണ്ടല്ലോ, ഈ 8500 രൂപ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞിട്ടില്ല. നമ്മൾ ബാഡപ്റ്റിൻ്റെ ജേർണൽ എൻട്രി എഴുതുമ്പോൾ എന്താ എഴുതുക, ബാഡപ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സൺട്രി ഡെറ്റേഴ്സ്. അതെന്തിനാണ് അങ്ങനെ എഴുതുന്നത്? കാരണം സൺട്രി ഡെറ്റേഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരാനുള്ള ആൾക്കാരാണ് എമൗണ്ട്, നമുക്ക് തരാനുള്ള ആളുകളാണ് സൺട്രി ഡെറ്റേഴ്സ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചില ആൾക്കാർ എമൗണ്ട് തരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ അവറ്റങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തണ്ടേ. അപ്പോൾ തരില്ലാത്തവരെന്നെയാണ് നമ്മൾ ബാഡപ്സിനുള്ളിൽ കൊണ്ടുപോയിടുന്നത്. അപ്പോൾ പിന്നെ തരില്ലാത്തവരെ ഇനി വീണ്ടും തരാനുള്ളവരുടെ ഉള്ളിൽ കാണിക്കാൻ പാടൂ ഇന്ത്യ. അതുകൊണ്ട് നമ്മൾ സൺഡേ ഡെറ്റേഴ്സിൽ നിന്ന് ഈ ബാഡപ്സ് കുറയ്ക്കണം. കാരണം അവരെങ്കിലും തരാൻ പോണില്ല, വെറുതെ തന്നെ മറ്റവരുടെ കൂടെ കാണിക്കാൻ നമുക്ക് ആകെ കൂടി കൺഫ്യൂഷനാകും. അപ്പോൾ 2നെയും 2 ആക്കുക. അപ്പോൾ ഇവിടെ 2 ആക്കുന്നതിന് മുന്നത്തെ വാല്യൂ ആണ് 3,90,000. എന്താണ് അവർ പറയുന്നത്, ബിഫോർ റൈറ്റിംഗ് ഓഫ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ 3,90,000 നിന്ന് യു ഹാവ് ടു സബ്ട്രാക്ട് 8,500 വിച്ച് ഇസ് ദ ബാഡ് ഡെപ്റ്റ്. 8,500 കുറയ്ക്കാം. സോ യു വിൽ ഗെറ്റ് വാട്ട്, നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് ആണ് 3,81,500 കേട്ടോ. ഇതാണ് ഇവിടുത്തെ കിട്ടുക. 3,90,000 നിന്ന് 8,500 കുറയ്ക്കുക, യു വിൽ ഗെറ്റ് 3,81,500. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ പ്രൊവിഷൻ ഫോർ ബാഡപ്സ് അറ്റ് 5%. ഇതിൻ്റെ മേലിൽ 5% കൊണ്ടേ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 3,81,500 മേലിൽ നമ്മൾ 5% അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് വാട്ട്, 19,075 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിട്ട് നമ്മൾ ഏത് കാണിക്കുക, നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവിടെ പ്രൊവിഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് 31 മാർച്ച് 2022 എന്ന് പറഞ്ഞ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമായി. നമ്മൾ അപ്പോൾ നമ്മളിത് എന്ത് കാണിക്കണം, പ്രൊവിഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊവിഷൻ കൂടുകയാണല്ലേ. സോ നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഓക്കെ, കാരണം അതാണ് ലാസ്റ്റത്തെ, ഇനി വേറെ ഒന്നുമില്ല, ഇതാണ് ശരിക്കും ബാലൻസ് ആയിട്ട് വരുന്നത്. അതായത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊരു അക്കൗണ്ടിലും ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കി ഈ ഒരു അക്കൗണ്ടിൽ വരുന്ന എമൗണ്ട് എത്രയാണെന്നാണ്. യൂഷ്വലി അത് നമ്മൾ ബാലൻസ് ചെയ്ത് ടോട്ടൽ ചെയ്ത് ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് വരിക. പക്ഷേ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു എമൗണ്ടിന് മേൽ 5% അപ്ലൈ ചെയ്താൽ പ്രൊവിഷൻ കിട്ടും. ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തെ പ്രൊവിഷൻ കിട്ടും. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം പറഞ്ഞാൽ ആ പ്രൊവിഷൻ കിട്ടും. പ്രൊവിഷൻ കൂടുന്ന പറഞ്ഞാൽ എന്താണ്, ആ ഒരു എമൗണ്ട് തന്നെയാണ്, പ്രൊവിഷൻ്റെ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ ആ ഒരു എമൗണ്ട് നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത്. കാരണം പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറയാണ് അല്ലേ. അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് വേണം. ഇനി നമ്മൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ പോകുമ്പോൾ ഇതാണ് ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് വരിക. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് ആയിരുന്നു, അത് ഇവിടെ ഇപ്പോഴത്തെ ഓപ്പണിംഗ് ആയി. ഇനി ഇത് അടുത്ത കൊല്ലത്തേക്ക് ഓപ്പണിംഗ് ആവണമെങ്കിൽ നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി എന്താ നമുക്കപ്പോൾ ഇവിടെ 30,000 കിട്ടി, ഇവിടെ 8,500, ഇവിടെ 19,075. ഇനി നമുക്കറിയില്ലെങ്കിൽ എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്ന ഒരു 14,575 ബാലൻസിങ് ഫിഗറായിട്ട് നമുക്ക് കിട്ടുന്നത് 14,575 ആണ്. ഇതിനർത്ഥം എന്താ ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മുടെ കയ്യിൽ പ്രൊവിഷനായിട്ട് 13,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബിഗിനിങ്ങിൽ. ഫിനാൻഷ്യലിൻ്റെ ആരംഭത്തിൽ ഒരു 13,000 റുപ്പീസ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു വർഷത്തിൽ നമുക്ക് ശരിക്കും നഷ്ടം വന്നത് 8,500 ആണ്. ഓക്കെ, ഈ 8,500 നമ്മൾ ഈ പറയുന്ന 30,000 നിന്നാണ് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 30,000 കുറച്ച് നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് പ്രൊവിഷൻ എമൗണ്ട് ഉണ്ട്. അപ്പോൾ 30,000 നിന്ന് ഈ പറയുന്ന 8,500 നമ്മൾ കുറയ്ക്കുന്നു. നമുക്കപ്പോൾ 4,500 ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അവർ പറയുകയാണ് നമ്മൾ പ്രൊവിഷൻ ഇനി ക്രിയേറ്റ് ചെയ്യണം, ഭാവിയിൽ ഇനിയും ബാഡ് ഡെപ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ ഈ റൈറ്റ് ഓഫ് ചെയ്ത സൺഡേ ഡെറ്റേഴ്സിൻ്റെ മേൽ 5% അപ്ലൈ ചെയ്യുക. അതാണ് ഇനി നമുക്ക് ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ളൊരു നഷ്ടം ആയിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ 19,075 രൂപ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാഡ് ഡെപ്റ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ 4,500 ബാക്കിയുള്ളൂ. അപ്പോൾ ഈ സൺഡേ ഡെറ്ററിൻ്റെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള സൺഡേ ഡെറ്ററിൻ്റെ 5% ആളുകളാണ്, അല്ലെങ്കിൽ 5% എമൗണ്ടാണ് നമ്മൾ ഇനി കിട്ടാൻ ചാൻസ് കുറവ്.
കിട്ടാൻ ചാൻസ് കുറവ്. അപ്പോൾ നമ്മൾ 19,075 ഈ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,075 നമ്മൾ ഇനി എന്ത് വേണം, പ്രൊവിഷൻ ഉണ്ടാക്കണം. നമ്മുടെ കയ്യിൽ അതിന് ആകെ കൂടി എത്രയേ ഉള്ളൂ, 4,500 ഉള്ളൂ. അപ്പോൾ 19,075 ആക്കണം. അപ്പോൾ ഈ നമ്മുടെ പ്രൊവിഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു 4,500, ഇപ്പോൾ നമുക്ക് 19,075 വേണം. അപ്പോൾ ഇനി നമ്മൾ എത്ര എക്സ്ട്രാ വേണം, നമുക്ക് ഈ പ്രൊവിഷനിലേക്ക് എത്ര എക്സ്ട്രാ വേണം, 14,575 രൂപ എക്സ്ട്രാ വേണം. ഈ എക്സ്ട്രാ നമ്മൾ എവിടെ നിന്ന് പോയിട്ട് എടുക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഫർദർ പ്രൊവിഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത് അതാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇല്ലസ്ട്രേഷൻ നമ്പർ 17. സിമ്പിളാണ്, ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എല്ലാ കോൺസെപ്റ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ അടുത്തത് ഇല്ലസ്ട്രേഷൻ നമ്പർ 18. On 1st April 2021, the balance of provision for bad and doubtful debts was rupees 13,000. The bad debts during the year 2021-22 were 9,500. The sundry debtors as on 31st March 2022 stood at rupees 3,25,000. Out of these, debtors of rupees 2,500 are bad and cannot be realized. ഇവിടെ വരെയുള്ള കഥ എന്താണെന്ന് നോക്കാം. 1st April 2021 ബാലൻസ് ഓഫ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഫോർ 30,000. ഇവിടെയും ഒരു ബാലൻസ് ഉണ്ട് കേട്ടോ. അതെന്ന് പറയുന്നതും 30,000 ആണ്. The bad debts during the year 2021-22 were 9,500. അപ്പോൾ ആ ഒരു വർഷത്തിൽ വന്ന ബാഡ് ഡെബ്റ്റ്സ് എത്ര, 9,500 ആണ്. നേരത്തെ പോലെ തന്നെ കേട്ടോ. Sundry debtors as on 31st March 2022 stood at rupees 3,25,000. Out of these, debtors of rupees 2,500 are bad cannot be realized. അപ്പോൾ നമ്മുടെ 31 മാർച്ച് 2022 നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സൺഡി ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 3,25,000 ആണ്. ഈ 3,25,000 ഔട്ട് ഓഫ് ദിസ് ഡെറ്റേഴ്സ് ഓഫ് rupees 2,500 ബാഡ് ക്യാൻ. അപ്പോൾ ഈ ഒരു 3,25,000 2,500 രൂപ നമുക്ക് കിട്ടാൻ പോകുന്നില്ല, അതും ബാഡ് ഡെപ്റ്റ് ആണ്. 2021-22 9,500 ഉണ്ട്, അതും ബാഡ് ഡെപ്റ്റ് ആണ്. ആസ് വെൽ ആസ് ആ ഒരു ഇയർ എൻഡിങ്ങിൽ 2,500 ബാഡ് ഡെപ്റ്റ് ആണ്. അപ്പോൾ 3,27,000 എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ 2,500 കുറയ്ക്കണം, അത് കുറച്ചിട്ടില്ല. 2,500 കുറച്ചിട്ടുള്ള സൺഡി ഡെറ്റേഴ്സിൻ്റെ മേലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഫർദർ ക്വസ്റ്റ്യൻ വായിക്കാം. ദ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഇസ് ടു ബി റേസ്ഡ് to 5%. To be raised to 5% on sundry debtors. You are required to pass necessary adjustment entries for bad debts and its provision on 31st March 2022. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്യണം ബാഡ് ഡെബ്റ്റ്സിന്, അതുപോലെ പ്രൊവിഷനും. ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് സംഭവം വരണേ എന്നുള്ളതും കൂടി കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യണേന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ജേർണലാണ് ആദ്യം ചെയ്യുന്നത്. ജേർണൽ എൻട്രിയിൽ നിന്ന് നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, ലെഡ്ജറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരണേ എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് തിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ബാഡ് ഡെബ്റ്റ്സ്. ഈ നിങ്ങളിവിടെ ഒരു 9,500 കണ്ടില്ല, അത് ആ ഒരു ഇയറിൽ സംഭവിക്കുന്ന ബാഡ് ഡെപ്റ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വർഷത്തിൻ്റെ അവസാനം 3,25,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഈ 9,500 ഓൾറെഡി കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് ഈ 3,25,000. നമ്മുടെ ഇതിന് മുന്നേ ഏതോ സൺഡി ഡെപ്റ്റേഴ്സ് ഉണ്ടായിരുന്ന എമൗണ്ട് ഉണ്ടായിരുന്നു, അതൊന്ന് ഓൾറെഡി നമ്മൾ ഈ 9,500 അഡ്ജസ്റ്റ് ചെയ്തു, എന്നിട്ടാണ് ഈ 3,25,000 വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു അസംഷനാണ്. കാരണം അങ്ങനെ ഒരു അസംഷൻ എടുക്കാൻ കാരണം എന്തുകൊണ്ടാണ്, കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ 3,27,000 ഇനി 2,500 ബാഡ് ഡെപ്റ്റ് ആണ്, അതും നമ്മൾ അത് തീരെ റിയലൈസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിനർത്ഥം ഈ 9,500 റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കുറച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും 3,25,000. സോ ജസ്റ്റ് ഈ 2,500 കുറച്ചാൽ മതി. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ 9,500 നമ്മൾ ഓൾറെഡി ഈ പറയുന്ന 3,27,000 കുറച്ചുണ്ടാവും, ഈ 2,500 കുറയ്ക്കണ്ടേ 3,27,000 നിന്ന്. അപ്പോൾ നമ്മളതിന് എൻട്രി എന്തിടുക, ബാഡ് ഡെപ്റ്റ് ആണല്ലോ, ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ, ബാഡ് ഡെപ്റ്റ് ലോസ് ആണ് 2,500 ടു നമ്മുടെ എന്താ കുറയുന്നത്, സൺഡി ഡെറ്റർ. അപ്പോൾ ടു സൺഡി ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് 2,500 നമ്മൾ കുറയുന്നതായിട്ട് കാണിക്കണം. കണ്ട 2,500 കുറഞ്ഞു സൺഡി ഡെറ്റർ, ബാഡ് ഡെപ്റ്റ്സ് ലോസ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തില്ലേ. അപ്പോൾ ഈ ഒരു 2,500 നമ്മൾ ബാഡ് ഡെപ്റ്റ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു. ഈ 9,500 ഓൾറെഡി നമ്മൾ റെക്കഗ്നൈസ് ചെയ്തതാണ്. അപ്പോൾ ഈ 9,500 പ്ലസ് 2,500 ഇപ്പോൾ കൂട്ടിയിട്ട് അല്ല, ഇത് രണ്ടും കൂട്ടിയിട്ട് ഇപ്പോൾ എത്രയായി ഇപ്പോൾ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂട്ടി ഇപ്പോൾ 12,000 ആണ് നമ്മുടെ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടും കൂട്ടി നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 12,000 ആണ് ബാഡ് ഡെപ്റ്റ്സ്.
12,000. ഈ 12,000 ബാഡപ്സ് വന്നു. നമ്മൾ ഇനി അത് എവിടെ നിന്ന് എടുക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് എടുക്കേണ്ടത്. അതിവിടെ പ്രൊവിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് പ്രൊവിഷൻ? 13,000 രൂപ പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് എത്ര വേണ്ടു? എത്ര രൂപയുടെ ബാഡപ്സ് സംഭവിച്ചത്? 12,000. അപ്പം നമുക്ക് ഈ 13,000 നിന്ന് എന്ത് ചെയ്യാം? 12,000 എടുക്കാം. ആ ഒരു നഷ്ടം നമുക്ക് ഈ പറയുന്ന പ്രൊവിഷൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാമല്ലോ. ഓക്കെ, സോ നമ്മൾ ആ എമൗണ്ട് പ്രൊവിഷൻ എടുക്കുകയാണ്. അപ്പോൾ പ്രൊവിഷൻ നിന്ന് എമൗണ്ട് കുറയാണ്. പ്രൊവിഷൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ്. പ്രൊവിഷൻ കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ അടുത്ത ജേർണൽ എൻട്രി പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 12,000 ടു നമ്മൾ എന്ത് ചെയ്യണം? ബാഡപ്സ് കുറഞ്ഞുല്ലോ. നമ്മൾ ഈ ആ ഒരു എമൗണ്ട് ബാഡപ്സിൻ്റെ ലോസ് നമ്മൾ എവിടെ നിന്ന് നികത്തുകയാണ്? പ്രൊവിഷൻ നികത്താണ്. സോ ബാഡപ്സിൻ്റെ എമൗണ്ട് കുറയാണ്. സോ ടു ബാഡപ്സ് എന്ന് പറഞ്ഞിട്ട് 12,000 കാണിച്ചു. ഈ എൻട്രി ഓക്കെ അല്ലേ? ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ കാര്യം കണക്കിലെടുത്തിട്ടുണ്ട്. ഇത് ഓക്കെയാണ്, ഇതെടുത്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈസ് ടു ബി റേസ്ഡ് ടു 5%. നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ഫൈൻ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ്? നമ്മളിപ്പോൾ 31 മാർച്ച് 2022 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 5% ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 3,27,000 നിന്ന് വി ഹാവ് ടു ഫസ്റ്റ് സബ്ട്രാക്ട് 2,500. അതിനുള്ള എൻട്രി നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ ഇതൊന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് 3,22,500 കിട്ടും. ഓക്കെ, ഈ 3,22,500 മേലിൽ നിങ്ങൾ 5% പോയിട്ട് അപ്ലൈ ചെയ്യാം. 5% അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരിക 16,125 വരും. 16,125. അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തില്ലേ? ലാസ്റ്റത്തെ ഇവിടെ കണ്ട ഈ പ്രൊവിഷനാണ് ഈ 16,125. ഓക്കെ, മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ 19,75 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ? അതുപോലെയാണ് ഈ 16,125. നമ്മുടെ ആ വർഷത്തിൻ്റെ അവസാനം നമുക്ക് ഭാവിയിൽ 16,125 രൂപയുടെ ഒരു ബാഡറ്റ് നമ്മൾ കാണുന്നുണ്ട്. സോ നമ്മൾ ഓൾറെഡി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 16,125 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. ബിഫോർ ദാറ്റ് നമ്മുടെ ഈ ബിഗിനിങ്ങിൽ എത്ര പ്രൊവിഷൻ ഉണ്ടായിരുന്നത്? 13,000 പ്രൊവിഷൻ ഉണ്ടായിരുന്നല്ലോ. 13,000 പ്രൊവിഷൻ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ 12,000 കുറച്ചായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയുള്ളൂ? പ്രൊവിഷൻ്റെ എമൗണ്ടിൽ ഇപ്പോൾ 1,000 ഉള്ളൂ അല്ലേ? നമുക്ക് 16,125 പ്രൊവിഷൻ വേണം. 1,000 ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ. ഈ ബാഡപ്സ് കുറച്ചിട്ട് 16,125 പ്രൊവിഷൻ വേണം. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? 16,125 മൈനസ് 1,000 എത്രയാ? 15,125. ഓക്കെ, 15,125. ഈ 15,125 എന്താണ്? ഈ 15,125 ഇനി നമുക്ക് വേണം അല്ലേ? ഇവിടെ ഈ 14,575 കിട്ടിയ പോലെ ഈ 15,125 നമുക്ക് വേണം. അത് എവിടെ നിന്ന് ഉണ്ടാക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ എൻട്രി എഴുതണ്ടേ? യെസ്. അപ്പോൾ എൻട്രി വരുമ്പോൾ എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ക്രെഡിറ്റ് കൂടുമല്ലോ. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ. സോ കൂടി ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രീസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ ജേർണൽ എൻട്രീസ് യൂസ് ചെയ്ത് നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതൂടെ? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നമ്മൾ ഇട്ടു. ഇനി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നോക്കി നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സുഖമല്ലേ? നോക്കുക, ഇത് നമുക്ക് എന്തിൻ്റെ ഒക്കെ ലെഡ്ജർ ഉണ്ടാക്കാം? ബാഡപ്സിൻ്റെ ലെഡ്ജർ, സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ ലെഡ്ജർ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതിൻ്റെ ഒക്കെ 4 തോന്നുന്നു അല്ലേ? 1 2 3 4 4 ലെഡ്ജേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ബാഡപ്സിൻ്റെ നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ജേർണൽ എൻട്രീസ് എഴുതിയിട്ടുണ്ട്. ജേർണൽ എൻട്രീസ് എഴുതി ബാഡപ്സ് അക്കൗണ്ടിൽ ലെഡ്ജർ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ? എവിടേക്കാണ് ബാഡപ്റ്റിൻ്റെ എൻട്രി വരണേ നോക്കുക. ആദ്യത്തെ എൻട്രിയിൽ ബാഡപ്റ്റ് ഡെബിറ്റ് ചെയ്യുകയാണല്ലോ. സോ ബാഡപ്റ്റിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ 2 സൺഡേ ഡെറ്റേഴ്സ് കാണിക്കുക. എന്നിട്ട് ബാഡപ്റ്റിൻ്റെ നേരെയുള്ള എമൗണ്ട് കാണിക്കുക. 2,500 കാണാം. 2,500 ബിഫോർ ദാറ്റ് ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ക്വസ്റ്റ്യനിലെ ബിഗിനിങ്ങിൽ 9,500 ഓൾറെഡി അവർ ബാഡപ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഇവരിവിടെ തൽക്കാലം ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് പറഞ്ഞിട്ട് കാണിച്ചേക്കണേ 31/3/2022 തന്നെ. കാരണം അത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ല, അസ്യൂം ചെയ്യാൻ പറഞ്ഞില്ല. കാരണം 9,500 ഓൾറെഡി കുറച്ചിട്ടുണ്ട്. ആ ഒരു സൺഡേ ഡേറ്റിനോ കുറച്ചിട്ടുണ്ട്. നമുക്കിനി 2,500 കുറയ്ക്കാനുണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് കുറച്ചിട്ട് ചെയ്ത് ഓർമ്മയില്ലേ? അപ്പോൾ 9,500 അവർ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് പോലെ കാണിക്കാണ്.
മുന്നേ ഓൾറെഡി അവർ ഓൾറെഡി ഒരു ബാഡ് ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് അവരതിനെ ടു ബാലൻസ് പ്രോഡാന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ആയിട്ട് കാണിക്കുകയാണ്. ഓക്കെ, 9500. പിന്നെ നമ്മൾ 2500 രൂപ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തത് 2500 രൂപ നമ്മളിവിടെ കൺസിഡർ ചെയ്ത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. പിന്നെ ഇവിടെ ബാഡ് ഡെപ്റ്റ്സ് വരുന്നത് ഇവിടെ ബാഡ് ഡെപ്റ്റ് വരുന്നില്ല. ബാഡ് ഡെപ്റ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ്. എന്ത് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. അപ്പോൾ നമ്മുടെ ബാഡ് ഡെപ്റ്റ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതി വയ്ക്കുക 12000. അപ്പോൾ നിങ്ങൾക്ക് ജേർണൽ നോക്കി എഴുതാൻ സുഖമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്ച്വൽ വൈസും ചെയ്യാം. എങ്ങനെ? നമുക്ക് ബിഗിനിങ്ങിൽ 9500 ബാഡ് ഡെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 2500 ബാഡ് ഡെപ്റ്റ് വന്നു. ടോട്ടൽ ഇപ്പോൾ 12000 രൂപയുടെ ബാഡ് ഡെപ്റ്റ് വന്നു. ഈ 12000 രൂപയുടെ ബാഡ് ഡെപ്റ്റ് നമ്മൾ എവിടെ നിന്ന് എടുക്കും? എവിടെ നിന്ന് നമ്മൾ നികത്താം? പ്രൊവിഷനിൽ നിന്ന് നികത്തും. ഓക്കെ, പ്രൊവിഷനിൽ നിന്ന് നികത്തുമ്പോൾ ബാഡ് ഡെപ്റ്റ് കുറയാണല്ലോ. ബാഡ് ഡെപ്റ്റിൻ്റെ ബാലൻസ് എന്താ? ഡെബിറ്റ് ബാലൻസാണ്. കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു, അത്ര. ഓക്കെ, അപ്പോൾ ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് വളരെ എളുപ്പമായിരുന്നു. അടുത്തത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അക്കൗണ്ട്. ഇതതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 13000 ഉണ്ടായിരുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നല്ല, ഇവിടെ കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അത്. പിന്നെ എന്തുണ്ടാവണേ? എൻട്രി നോക്കാം. ഇവിടെ വരുന്നില്ല. ഇവിടെയാണ് പിന്നെ പ്രൊവിഷൻ വരുന്നത് കേട്ടോ. പ്രൊവിഷനിൽ ഇവിടെ എന്ത് ചെയ്യാണ്? പ്രൊവിഷനെ പിടിച്ച് ഡെബിറ്റ് ചെയ്യാണ്. സോ എന്ത് പറഞ്ഞിട്ട് നമ്മൾ പ്രൊവിഷൻ്റെ അക്കൗണ്ടിൽ പോയി ഡെബിറ്റ് ചെയ്യണം? ടു ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് പ്രൊവിഷൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. 12000 രൂപ ഡെബിറ്റ് ചെയ്തു. പിന്നെ ആ ഒരു വർഷത്തിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞില്ല, 16,125 നമ്മൾ എന്ത് ചെയ്യണം? ഈ 3,27,000 നിന്ന് 2500 കുറച്ചിട്ട് അതിൻ്റെ മേലെ 5% അപ്ലൈ ചെയ്യുക. 16,125 കിട്ടും. ഇതാണ് നമ്മുടെ ആ ഒരു ഇതിൻ്റെ ലാസ്റ്റ് വരുന്നത്, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും കൂടി നമുക്ക് ആവശ്യമുണ്ട്? 15,125 ആവശ്യമുണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുന്നു. അതിൻ്റെ എൻട്രി നിങ്ങൾക്ക് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ അവിടെ കൂടുതൽ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു തരുന്നില്ല. നമ്മൾ ഓൾറെഡി അത് ബിഗിനിങ് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സൺഡേ ഡെപ്റ്റേഴ്സ് ഇതുപോലെ ബാലൻസ് 3,27,000 ആയിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ 2,500 ഈ 3,27,000 ഓൾറെഡി 9,500 കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അത് ആലോചിക്കാം. സോ 3,27,000 നിന്ന് 2,500 കുറഞ്ഞു, ബാക്കി 3,22,500. ഓക്കെ, അപ്പോൾ അതും ഓക്കെയാണ്. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ 2 കഴിഞ്ഞില്ലേ? ഷോ ദ റെലവൻറ്റ് ഐറ്റംസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ഇവരെന്നെ കാണുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2022. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് സുഖമാണല്ലോ നമുക്ക് ചെയ്യാൻ. കാരണം ഓൾറെഡി നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതല്ലേ. ഞാൻ ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് കാട്ടുക എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ് നമ്മൾ കാണിക്കുക? നമ്മൾ ജേർണൽ എൻട്രി ഒക്കെ എഴുതിയതാണ്, ലെഡ്ജർ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ബാഡ് ഡെപ്റ്റ്സ് ഉണ്ട് 9,500, 2,500 ടുഗെദർ 12,000 ഉണ്ട്. ഈവൻ ബിഫോർ ദാറ്റ് പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പ്രൊവിഷനും നമ്മൾ എവിടെ കാണിക്കും? ബാഡ് ഡെപ്റ്റ്സ് നമ്മൾ കാണിക്കില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കില്ല. കാരണം ഈ പ്രൊവിഷൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ എമൗണ്ട് എടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ 16,125 പ്ലസ് ബാഡ് ഡെപ്റ്റ് 9,500 പ്ലസ് 2,500 12,000 ടുഗെദർ 28,125 നമ്മൾ കാണിക്കും. ഇതിൽ നിന്ന് നമ്മുടെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന പ്രൊവിഷനാണ് 13,000. ഈ 13,000 കുറച്ച് ബാക്കി 15,125 നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണിത്. ഈ 15,125 നമ്മൾ കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കണം. കാരണം ഈ 15,125 ഇനി നമുക്ക് ആവശ്യമുണ്ട്. അത് എവിടെ നിന്ന് എടുക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇതിനെ കാണിക്കണം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ബാലൻസ് ഷീറ്റ് വരുമ്പോൾ സൺഡേ ഡെറ്ററിൻ്റെ അവിടെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സൺഡേ ഡെറ്റർ എത്ര ഉണ്ടായിരുന്നു? 3,27,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2,500 കുറച്ചുണ്ടായിരുന്നില്ല. 2,500 കുറച്ചിപ്പോൾ 3,22,500 ഇനി അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തുകൂടി കാണിക്കണം? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് ഉണ്ട്. അതും ഇവിടെ നിന്ന് കുറയ്ക്കുന്ന സംഭവമാണ്. നമ്മൾ പഠിച്ചായിരുന്നു, അത് ഞാൻ വായിച്ചു പോയപ്പോൾ പറഞ്ഞായിരുന്നു. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാ അസറ്റ് അക്കൗണ്ട് ആണ്. വി ഹാവ് ടു സബ്ട്രാക്ട് ഇറ്റ് ഫ്രം ദി സൺഡേ ഡെറ്റേഴ്സ്. സോ ഇത് സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഈ ബാഡ് ഡെപ്റ്റ്സ് സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊവിഷൻ സബ്ട്രാക്ട് ചെയ്യണം. 16,125 15,125 ഓർഡർ എഴുതിയൊക്കെ. അതായത് 15,125 ഇനി നമുക്ക് പ്രൊവിഷനിലേക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്തു. അതാണ് അതിനർത്ഥം. ശരിക്കും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് 16,125 അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൺഡേ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 3,06,375 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.